ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇസഡ് ട്രാൻസ്ഫോം ബേസ് ചെയ്ത് 1-2 വീഡിയോസ് കണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാം നിങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതൽ ചോദിക്കുന്നതും ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 8 മാർക്ക് അല്ലെങ്കിൽ ഒരു 12 മാർക്ക് എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു കൺസെപ്റ്റാണ്. അപ്പം ആ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ആയിരിക്കും തരുന്നത്: A causal discrete time LTI system is described by y of n minus 3/4 into y of n minus 1 plus 1/8 into y of n minus 2 is equal to x of n. അവിടെ x of n ഉം y of n എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ദി ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ഓഫ് ദ സിസ്റ്റം റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തത് ഡിറ്റർമൈൻ ദ സിസ്റ്റം ഫംഗ്ഷൻ h of z, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് h of n ആണ്. അതായത് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമൈൻ ദ സിസ്റ്റം ഫംഗ്ഷൻ h of z, രണ്ടാമത്തത് ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് h of n, പിന്നെ മൂന്നാമത് അതിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസും ഉണ്ട്. അപ്പോൾ അത് മൂന്നും കൂടി തോന്നുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തിരി ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പം ക്വസ്റ്റ്യൻസ് എയും ബിയും ഇവിടെ സോൾവ് ചെയ്യുന്നതിൻ്റെ മെത്തേഡും അതിൻ്റെ പിന്നിലുള്ള കുറേ കൺസെപ്റ്റുകളുമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കുക. അപ്പോൾ കോഷൽ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. എ സിസ്റ്റം ഈസ് കോഷൽ എന്താണെന്നുള്ളത് നമ്മൾ ആൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്താ സിസ്റ്റം? ഇപ്പോൾ ഏതൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സം കൈൻഡ് ഓഫ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സം കൈൻഡ് ഓഫ് ഔട്ട്പുട്ട്, അതായത് റെസ്പോൺസ് കിട്ടുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? സിസ്റ്റം എന്ന് വിളിക്കാം. നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നമുക്കറിയാം നമുക്ക് 2 തരത്തിലാണ് നമുക്ക് ഇൻപുട്ട് ഉള്ളത്. നമ്മൾ സിഗ്നൽസ് ഏതൊക്കെ പഠിക്കുന്നുണ്ട്? കണ്ടിന്യൂസ് ടൈം സിഗ്നൽസും പഠിക്കുന്നുണ്ട്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ടൈംസ് തന്നെയാണ്. LTI സ്റ്റാൻഡ്സ് ഫോർ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുന്ന ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നിരിക്കുന്ന ക്യാരറ്റ്സ് ഇക്വേഷൻ നോക്കുക. എന്താ? അതായത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നത് അത് ആദ്യം നമ്മൾ എടുത്തെഴുതുക. അതായത് y of n minus 3/4 into y of n minus 1 plus 1/8 into y of n minus 2 is equal to x of n. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിറ്റർമൈൻ ദ സിസ്റ്റം ഫംഗ്ഷൻ h of z. അപ്പോൾ നോക്കുക, h of z ആകുമ്പോൾ നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? h of z ആകുമ്പോൾ അതെന്താണ്? അത് z ഡൊമൈനിലാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തിലാണ് തന്നേക്കുന്നത്? നോക്കുക, y of n minus 3/4 into y of n minus 1 plus 1/8 into y of n minus 2 is equal to x of n. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും, x of n ഇൻപുട്ടുമാണ്, y of n ഔട്ട്പുട്ടുമാണ്. രണ്ടും എന്താണ്? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആണ്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ ക്യാരറ്റ്സ് ഇക്വേഷനാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? h of z കണ്ടുപിടിക്കണം. അപ്പോൾ h of z കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇസഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ്റെ LHSലും RHSലും ഇസഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? y of n എനിക്ക് എഴുതാം ഡയറക്റ്റായിട്ട് y of z എന്ന് എഴുതാം. അത് കഴിഞ്ഞ് -3/4 y of n minus 1 എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, y of n minus 1 ഞാൻ എങ്ങനെ എഴുതുന്നു? z ഇൻവേഴ്സ്, അതായത് z raised to -1 ഇൻറ്റു y of z എന്ന് എഴുതുന്നു. അതായത് y of n minus 1 എനിക്ക് എങ്ങനെ എഴുതാം? 3/4 കോൺസ്റ്റൻറ്റ്, അതുപോലെ തന്നെ y of n minus 1 ഞാൻ z raised to -1 ഇൻറ്റു y of z എന്ന് എഴുതുന്നു. അടുത്ത ടൈം എന്താ? പ്ലസ് 1/8 അതുപോലെ എഴുതുന്നു. അത് കഴിഞ്ഞ് y of n minus 2 ഞാൻ z raised to -2 ഇൻറ്റു y of z എന്ന് എഴുതുന്നു. ഈക്വൽ ടു x of n z ട്രാൻസ്ഫോം ഇത് തന്നെയാണ്, x of z തന്നെയാണ്. ഇനി ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അറേഞ്ച് ചെയ്യുക. അതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. ഇനി ആ ഇക്വേഷൻ 2ൻ്റെ LHSൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? എല്ലാ ടേംസിലും y of z ഉള്ളത് കൊണ്ട് തന്നെ y of z ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അപ്പോൾ എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 minus 3/4 into z raised to -1 plus 1/8 into z raised to -2 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു x of z ആണ് എൻ്റെ RHS ടേം. ഇനി നമുക്കൊരു കൺസെപ്റ്റിലോട്ട് വരാം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? h of z ആണ്. അപ്പോൾ നമ്മൾക്ക് ഏതൊരു സിസ്റ്റം ആണെങ്കിലും, നമ്മൾ സിഗ്നൽസ് സിസ്റ്റത്തിലാണെങ്കിലും കൺട്രോൾ സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം.
എന്തിന്? ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതാ? എച്ച് ഓഫ് ഇസഡ് ആണ്. ഇപ്പോൾ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരുന്നത് എന്തായിരുന്നു? അതിൻ്റെ ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ, അതായത് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റമാണ് തന്നിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എക്സ് ഓഫ് ഇസഡിൻ്റെയും എക്സ് ഓഫ് എന്നിൻ്റെയും വൈ ഓഫ് എന്നിൻ്റെയും ഞാൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? ഇസഡ് ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി എനിക്കിതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ എച്ച് ഓഫ് ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ജനറൽ റൂളാണ്. എച്ച് ഓഫ് ഇസഡ് ഇസിക്കൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇവിടെ വൈ ഓഫ് ഇസഡ് നമ്മുടെ ഔട്ട്പുട്ട്, എക്സ് ഓഫ് ഇസഡ് നമ്മുടെ ഇൻപുട്ട്. സോ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് ഇസിക്കൽ ടു വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ്. അതിൽ നിന്നും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസറായി. അതായത് എച്ച് ഓഫ് ഇസഡ് ഇസിക്കൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/4 ഇസഡ് റേസ് ടു -1 പ്ലസ് 1/8 ഇൻറ്റു ഇസഡ് റേസ് ടു -2 എന്നെഴുതി. അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം തന്നു കഴിഞ്ഞാൽ, അത് ഡിസ്ക്രീറ്റ് ഡൊമൈനിൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇസഡ് ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമുക്ക് മനസ്സിലായി. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. എച്ച് ഓഫ് ഇസഡ് നമ്മൾ കണ്ടുപിടിച്ചു. എച്ച് ഓഫ് ഇസഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ദാറ്റ് ഈസ് വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ്. ഇവിടെ എക്സ് ഓഫ് എൻ ആയിരുന്നു ഇൻപുട്ട്, അതിൻ്റെ ഇസഡ് ഡൊമൈൻ റെപ്രസെൻറ്റേഷനാണ് ഇത് എക്സ് ഓഫ് ഇസഡ്. വൈ ഓഫ് എൻ ആയിരുന്നു ഔട്ട്പുട്ട്, അതിൻ്റെ ഇസഡ് ഡൊമൈൻ റെപ്രസെൻറ്റേഷനായിരുന്നു വൈ ഓഫ് ഇസഡ്. ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അപ്പോൾ നമ്മൾ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അത് ഏത് ഡൊമൈനിലാണ്? ഇസഡ് ഡൊമൈനിലാണ്. അപ്പോൾ ഈ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്ന സംഭവം ഇസഡ് ഡൊമൈനിലാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ട? ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്ന ടേം എച്ച് ഓഫ് എൻ ആണ്. അപ്പോൾ ഈ എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ കിട്ടിയ ടേം, ഈ എച്ച് ഓഫ് ഇസഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചു, ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതായിരുന്നു. എച്ച് ഓഫ് ഇസഡ് ഇസിക്കൽ 1/1 മൈനസ് 3/4 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 1/8 ഇൻറ്റു ഇസഡ് റേസ് ടു -2 ആയിരുന്നു. ഞാൻ ഈ ടേമിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യുന്നു? ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴേക്ക് ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ന്യൂമറേറ്ററിൽ ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ വരുന്നു, ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നു? ഇസഡ് സ്ക്വയർ മൈനസ് 3/4 ഇൻറ്റു ഇസഡ് പ്ലസ് 1/8 അത് വരുന്നു. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു? ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നു. അതായത് എച്ച് ഓഫ് ഇസഡിൻ്റെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? എച്ച് ഓഫ് എൻ കിട്ടുന്നു. ഈ പ്രോബ്ലം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമും നമുക്കൊരു 10 അല്ലെങ്കിൽ 12 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനാണിത്. നല്ല രീതിയിൽ ഈ പ്രോബ്ലംസ്, ഇതേ മോഡലിലെ പ്രോബ്ലംസ് കുറേ സോൾവ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ബാക്കി നോക്കാം. വീണ്ടും ആ ഇക്വേഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. നമുക്കറിയാം ഡിനോമിനേറ്ററിൽ നമുക്ക് വന്നു, ന്യൂമറേറ്ററിൽ ഇസഡ് സ്ക്വയർ വന്നു, ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താ വന്നു? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരുന്നു. ഇസഡ് സ്ക്വയർ മൈനസ് 3/4 ഇൻറ്റു ഇസഡ് പ്ലസ് 1/8 ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? 1/8 വരണം. ആഡ് ചെയ്യുമ്പോൾ -3/4 വരണം. ആ രീതിയിൽ ഫാക്ടറൈസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് മൈനസ് 1/2 ഇസഡ് മൈനസ് 1/4 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുക, ഇവിടെ മോഡ് ഇസഡ് ഇസിക്കൽ ടു ഗ്രേറ്റർ ദാൻ 1/2 എന്നിവിടെ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായി? നിങ്ങൾക്ക് നേരത്തെ അറിയാം, നമ്മുടെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/2 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ആ റെപ്രസെൻറ്റേഷൻ വെച്ചേക്കുന്നത്. നോക്കുക, നമുക്ക് 1/2 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 0.5, 1/4 ആകുമ്പോൾ അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ നമ്മുടെ ROC സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/2 നിന്നായിരിക്കും. അതിനാണ് ഇവിടെ ഈ റെപ്രസെൻറ്റേഷൻ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കുക തന്നെയാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇക്വേഷനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഇസഡ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 1/2 ഇൻറ്റു ഇസഡ് മൈനസ് 1/4 എന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കൺസെപ്റ്റ്, ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പഠിക്കുമ്പോഴും എല്ലാവർക്കും ഒരു സംശയം വരുന്നതാണ്, എന്തിനാണ് നമ്മൾ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ റൂൾ യൂസ് ചെയ്യുന്നത്? കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ടോട്ടലായിട്ട് 2 ഫംഗ്ഷൻസാണ് ഉള്ളത്. അല്ലെ ഈ സിഗ്നൽസിൻ്റെ ഇസഡ് ഡൊമൈനിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് മൈനസ് 1/2
ഇൻറ്റു ഇസഡ് മൈനസ് 1/4 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഈ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇനി അടുത്തൊരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു കൺസെപ്റ്റും ഉണ്ട്. ഇവിടെ രണ്ടിൻ്റെയും ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡിഗ്രി എന്ത് തന്നെയാണ്, 2 തന്നെയാണ്. രണ്ടിൻ്റെയും ഡിഗ്രി സെയിം ആയതുകൊണ്ട് ഞാൻ ഇക്വേഷൻ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. അതായത് എച്ച് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് മൈനസ് 1/2 ഇൻറ്റു ഇസഡ് മൈനസ് 1/4 എന്ന് പറയുന്ന ഇക്വേഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ ചെയ്യാനായിട്ട് എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് എന്ന് എഴുതുന്നു. അതായത് എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഞാൻ എങ്ങനെ എഴുതി, ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/2 ഇൻറ്റു ഇസഡ് മൈനസ് 1/4 എന്ന് എഴുതി. ഇപ്പോൾ രണ്ടിൻ്റെയും പവർ എന്താണ്, വ്യത്യാസമാണ്. ന്യൂമറേറ്ററിൻ്റെ പവർ എന്താണ്, 1 ആണ്. ഡിനോമിനേറ്ററിൻ്റെ ഹയസ്റ്റ് പവർ എന്താണ്, 2 ആണ്. ഇനി എനിക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ RHS ഫംഗ്ഷൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/2 ഇൻറ്റു ഇസഡ് മൈനസ് 1/4 ഞാൻ എ ബൈ ഇസഡ് മൈനസ് 1/2 പ്ലസ് ബി ബൈ ഇസഡ് മൈനസ് 1/4 എന്ന് എഴുതി. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് ഫസ്റ്റ് റൂൾ. അതായത് സിമ്പിൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. നമുക്കറിയാം, ഞാൻ ഇവിടെ ആദ്യമേ എഴുതി, നമുക്ക് എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ എന്താണ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എച്ച് ഓഫ് എൻ കിട്ടുന്നത്. അതായത് അവിടെ എന്താ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസിൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, വൈ ഓഫ് എൻ ബൈ എക്സ് ഓഫ് എൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എച്ച് ഓഫ് ഇസഡിൽ നിന്നാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഞാൻ ഇക്വേഷൻ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു, എ ബൈ ഇസഡ് മൈനസ് 1/2 പ്ലസ് ബി ബൈ ഇസഡ് മൈനസ് 1/4 എന്ന് എഴുതി. ഇനി നമ്മുടെ അടുത്ത എയിം എന്ന് പറയുന്നത് ഈ കോഎഫിഷ്യൻസ് ആയ എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ ഞാൻ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ ഡിനോമിനേറ്റർ ടേം ഏതായിരുന്നു, ഇസഡ് മൈനസ് 1/2 ഇൻറ്റു ഇസഡ് മൈനസ് 1/4 എന്ന ഡിനോമിനേറ്റർ ടേമിനെ കൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 2 ഇതിൻ്റെ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴേക്കും എനിക്ക് എന്ത് കിട്ടുന്നു, ഇസഡ് ഈസ് ഈക്വൽ ടു ഈ ടേം കൊണ്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് LHSൽ എന്തായി മാറും, ഇസഡ് മാത്രമാവും. ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എന്ത് വരും, ഇസഡ് മൈനസ് 1/4 എന്ന് വരും, പ്ലസ് ബി ഇൻറ്റു എന്ത് വരും, ഇസഡ് മൈനസ് 1/2 എന്ന് വരും. നമ്മൾ ഈ മെത്തേഡ് എന്തിനു വേണ്ടിയാണ് ഫോളോ ചെയ്യുന്നത്, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം വഴി എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇസഡ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇസഡ് മൈനസ് 1/4 പ്ലസ് ബി ഇൻറ്റു ഇസഡ് മൈനസ് 1/2 എന്ന് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഈ വാല്യൂ ഇസഡ് മൈനസ് 1/4 എന്ത് ചെയ്യുന്നു, ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, ഇസഡ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടുന്നു. അതെടുത്ത് നമ്മുടെ ഈ ഗിവൺ ഇക്വേഷൻ നമ്പർ 3ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നിന്നും LHSൽ എന്തായി, 1/4 ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ എയുടെ വാല്യൂ എന്തായി, 0 ആയി. അതിൽ നിന്നും ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1/4 ഈസ് ഈക്വൽ ടു -2/8 എന്ന് കിട്ടുന്നു. സോ നമുക്ക് ബിയുടെ വാല്യൂ എങ്ങനെ കിട്ടുന്നു, -1 എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നോക്കുക, ആദ്യം ഇസഡ് മൈനസ് 1/4 ഞാൻ എന്ത് ചെയ്യുന്നു, 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ 1/4. സോ അതെടുത്ത് എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ LHS എന്തായി മാറി, ഇസഡിൻ്റെ വാല്യൂ 1/4, എയുടെ വാല്യൂ എന്താ നേരത്തെ സെറ്റ് ചെയ്ത പോലെ എയുടെ വാല്യൂ 0 ആവുന്നു. അതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, LHS ഈസ് ഈക്വൽ ടു 1/4 ഈസ് ഈക്വൽ ടു -2/8 ഇൻറ്റു ബി. സോ ബിയുടെ വാല്യൂ എന്ത് കിട്ടുന്നു, -1 കിട്ടുന്നു. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ജനറൽ റൂളാണിത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, അടുത്ത ടേം ഇസഡ് മൈനസ് 1/2 ഞാൻ എന്ത് ചെയ്യുന്നു, ഇസിക്കൽ 0ക്ക് സെറ്റ് ചെയ്യുന്നു. ഓർ ഇസഡ് ഇസിക്കൽ എന്താണ്, 1/2. ഇനി ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വീണ്ടും ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. അപ്പോൾ എന്ത് കിട്ടുന്നു, ഇസഡ് ഇസിക്കൽ 1/2 ഇസിക്കൽ ടു എ ഇൻറ്റു 1/2 മൈനസ് 1/4 പ്ലസ് ബി ഇൻറ്റു 0. ഓർ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എ ഇസിക്കൽ എനിക്ക് എന്ത് കിട്ടുന്നു, 2 എന്ന് കിട്ടും. ഈ കിട്ടിയ എയുടെയും ബിയുടെയും വാല്യൂസ് എടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനോട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് ഇസിക്കൽ ടു 2/z മൈനസ് 1/2 മൈനസ് ബിയുടെ വാല്യൂ എന്തായിരുന്നു, 1/z മൈനസ് 1/4. ഇവിടെ നമ്മൾ എന്ത് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്, ROC എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, മോഡ് ഓഫ് ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2 എന്ന് തന്നെയായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, അതിൽ നമുക്ക് എന്ത് എഴുതാം, ഇപ്പോൾ എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് ആണ് നമുക്ക് എന്ത് 2/z മൈനസ് 1/2 മൈനസ് 1/z മൈനസ് 1/4. നമുക്ക് ആ കിട്ടിയ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ നേരത്തെ കണ്ട് എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇക്വേഷൻ 1ൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെ എഴുതാം,
എച്ച് ഓഫ് ഇസഡിനെ എങ്ങനെ എഴുതാം? എച്ച് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ആ ഇസഡിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? എച്ച് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇസഡ് മൈനസ് 2 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/2 മൈനസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/4 എന്നായി. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെ നോക്കുക. എച്ച് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ഉള്ളത്? 2 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/2 മൈനസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/4. അപ്പോൾ ഈ രണ്ട് ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് നമുക്ക് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സെപ്പറേറ്റഡ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ രണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് ഇസഡിൻ്റെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എന്ത് വരും? LHS വരുന്നത് എച്ച് ഓഫ് എൻ. അപ്പോൾ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ഈസ് ഈക്വൽ ടു ഇനി നോക്കുക ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/2 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടുത്തെ ടേം നോക്കുക. ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ആ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ 2 ഇൻറ്റു എന്ത് വരുന്നു? ഇവിടെ 1/2 ദ ഹോൾ റൈസ് ടു എൻ എന്ന് വരും. അടുത്ത മൈനസ് നോക്കുക. ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/4 ആണ്. അവിടെ എന്ത് വരും? 1/4 ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു ഇ ഓഫ് എൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻറ്റു ഇ ഓഫ് എൻ എന്ന് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലവും നമ്മൾ ആദ്യം കണ്ട കൺസെപ്റ്റും എല്ലാ എക്സാമിനും നമുക്ക് ഏതെങ്കിലും രീതിയിൽ 8 അല്ലെങ്കിൽ 10 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കാണുക, മാക്സിമം ഇതുപോലത്തെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.